എല്ലാവർക്കും PSC സഹായിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോബൽ പ്രൈസിനെ കുറിച്ചാണ്. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നൊരു വിഷയമാണ് നോബൽ പ്രൈസ്, അല്ലേ? PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് വരെ വീഡിയോ കാണുക. നമുക്ക് തുടങ്ങാം. നോബൽ സമ്മാനം സ്ഥാപിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ. നോബൽ സമ്മാനം സ്ഥാപിച്ചത് ആൽഫ്രഡ് നോബൽ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ആൽഫ്രഡ് നോബൽ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ആൽഫ്രഡ് നോബൽ കവിതയും നാടകവും എഴുതിയ ഒരു കണ്ടുപിടുത്തക്കാരനും സംരംഭകനും ശാസ്ത്രജ്ഞനും വ്യവസായിയുമാണ്. ആൽഫ്രഡ് നോബൽ ആരാണ്? കവിതയും നാടകവും എഴുതിയ ഒരു കണ്ടുപിടുത്തക്കാരനും സംരംഭകനും ശാസ്ത്രജ്ഞനും വ്യവസായിയുമാണ്. 1895 അദ്ദേഹം തൻ്റെ അവസാന വിൽപ്പത്രം എഴുതിയപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സമ്മാനത്തിൽ അദ്ദേഹത്തിൻ്റെ വിവിധ താൽപ്പര്യങ്ങൾ പ്രതിഫലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും സമ്മാനം സ്ഥാപിക്കുന്നതിന് വിട്ടുകൊടുത്തു. ഇതാണ് ആൽഫ്രഡ് നോബൽ. ആൽഫ്രഡ് നോബൽ കണ്ടുപിടിച്ച പ്രശസ്തമായ കണ്ടുപിടുത്തം ഏതാണെന്ന് അറിയാമോ? ഡൈനാമൈറ്റ്. ഏതാണ്? ഡൈനാമൈറ്റ്. നൈട്രോഗ്ലിസറിൻ ഉപയോഗിച്ചുള്ള സ്ഫോടക വസ്തു. കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ നോബൽ സമ്മാനം കൊടുത്തു തുടങ്ങിയ വർഷം 1901 കേട്ടോ. എന്നാണ് കൊടുത്തു തുടങ്ങിയത്? 1901. അടുത്തത്, നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ് ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തന്നെ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനും രവീന്ദ്രനാഥ് ടാഗോറാണ്. 52കാരനായ ടാഗോറിന് 1913 ഈ ബഹുമതി ലഭിച്ചത്. 52കാരനായ ടാഗോറിന് 1913 ഈ ബഹുമതി ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിക്കുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന കൃതിക്കുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഗുരുദേവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എങ്ങനെയാണ്? ഗുരുദേവൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വച്ചിരിക്കുക. PSC എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം എടുത്തത്. ഓക്കെ. ഗീതാഞ്ജലി, സാധന എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഉൾപ്പെടുന്നു. ഗീതാഞ്ജലി, സാധന എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ഉൾപ്പെടുന്നു. കവിയും നാടകകൃത്തും നോവലിസ്റ്റും ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് കൂടിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. കവിയും നാടകകൃത്തും നോവലിസ്റ്റും ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ് കൂടിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. 1901 അദ്ദേഹം സ്ഥാപിച്ച ശാന്തിനികേതൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാല എന്നറിയപ്പെട്ടു. എങ്ങനെയാണ്? 1901 അദ്ദേഹം സ്ഥാപിച്ച, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുള്ളതുമാണ് കേട്ടോ. 1901 അദ്ദേഹം സ്ഥാപിച്ച ശാന്തിനികേതൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാല എന്നറിയപ്പെട്ടു. അടുത്തത്, ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം നൽകാത്തത്? ഏത് മേഖലയിലാണ് നോബൽ സമ്മാനം നൽകാത്തത്? ഗണിതത്തിൽ, അല്ലേ? ഇതുവരെ നമ്മൾ ഗണിതത്തിൽ നോബൽ സമ്മാനം നൽകിയിട്ടില്ല. ഓക്കെ. ഏതൊക്കെ മേഖലയിലാണ് നോബൽ സമ്മാനം നൽകുന്നതെന്ന് അറിയാവോ? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ, സാഹിത്യം, സമാധാനം, അല്ലയോ? ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ, സാഹിത്യം, സമാധാനം. ഇതിന് 1901 മുതൽ നോബൽ സമ്മാനം നൽകി തുടങ്ങിയാണ്. സാമ്പത്തിക ശാസ്ത്രമുണ്ട്. സാമ്പത്തിക ശാസ്ത്രം 1968 മുതലാണ് നോബൽ സമ്മാനം നൽകി തുടങ്ങിയത്. 1968 മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചു തുടങ്ങിയത്. ഓക്കെ. 2020 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്, ഇതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. വിശദമായിട്ട് നമ്മൾ നോക്കുന്നില്ല. 2020 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പോൾ ആർ മിൽഗ്രോയ്ക്കും റോബർട്ട് ബി വിൽസണുമാണ്. ഓപ്ഷൻ 4 ആണ് കേട്ടോ. പോൾ ആർ മിൽഗ്രോയും റോബർട്ട് ബി വിൽസണുമാണ്.
അടുത്തത് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഇനി പറയുന്നവയെക്കുറിച്ചുള്ള പഠനത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഇനി പറയുന്നവയെക്കുറിച്ചുള്ള പഠനത്തിൽ നോബൽ സമ്മാനം ലഭിച്ചു. ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 കറുത്ത ശരീര വികിരണം, 2 ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, 3 മാസ് ഊർജ്ജബന്ധം, 4 ആറ്റം മോഡൽ. ഇതിലേതായിരിക്കും? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 1921 ആൽബർട്ട് ഐൻസ്റ്റീന് നൊബേൽ സമ്മാനം ലഭിച്ച പഠനമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. അടുത്തത് 2019 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രൊഫസർ. ഇതുവരെയുള്ള ഏറ്റവും പ്രായം കൂടിയ നോബൽ സമ്മാന ജേതാവാണ്. ആരാണത്? 2019 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ പ്രൊഫസർ ഇതുവരെയുള്ള ഏറ്റവും പ്രായം കൂടിയ നോബൽ സമ്മാന ജേതാവാണ്. ആരാണത്? ജോക്കി ഫ്രാങ്ക്, ജോൺ ഗുഡ് ഇനഫ്, ജോർജ് സ്മിത്ത്, ഗ്രിഗറി വിൻ്റർ. ആരാണ്? ജോൺ ഗുഡ് ഇനഫ്. അടുത്തത് താഴെ പറയുന്നവരിൽ ആർക്കാണ് നോബൽ സമ്മാനം ലഭിക്കാത്തത്? അമർത്യ സെൻ, മദർ തെരേസ, മഹാത്മാഗാന്ധി, CV രാമൻ. ഇതിൽ ആർക്കാണ്? മഹാത്മാഗാന്ധിജിക്ക് ഇതുവരെയും നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല. പക്ഷേ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളാണെന്നറിയാമോ? 1937, 1938, 1939, 1947. ഈ 4 വർഷങ്ങളിലും ഗാന്ധിജിയുടെ പേര് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടായിരുന്നു. പക്ഷേ നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല. ഇതുവരെ നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല. ഇതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം അല്ലേ. രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യത്തിന്, നമ്മളത് പറഞ്ഞതാണ്, 1913 ലഭിച്ചത്. CV രാമൻ ഭൗതിക ശാസ്ത്രത്തിന് 1930. നിങ്ങൾ വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നിങ്ങളത് പഠിച്ചു വെക്കുക കേട്ടോ. ഹർഗോവിന്ദ് ഖൊറാന ഫിസിയോളജി അല്ലെങ്കിൽ മെഡിസിൻ 1968. മദർ തെരേസ സമാധാനത്തിന് 1979. 1979. സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഭൗതിക ശാസ്ത്രത്തിന് 1983. അമർത്യ സെൻ സാമ്പത്തിക ശാസ്ത്രത്തിന് 1998. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ രസതന്ത്രം 2009. വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ രസതന്ത്രത്തിന് 2009. കൈലാഷ് സത്യാർത്ഥി സമാധാനത്തിന് 2014. കൈലാഷ് സത്യാർത്ഥി സമാധാനത്തിന് 2014. അഭിജിത്ത് ബാനർജി സാമ്പത്തിക ശാസ്ത്രത്തിന് 2019. ഇങ്ങനെ 9 ഇന്ത്യക്കാർക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സാമ്പത്തിക ശാസ്ത്രത്തിന് 2ാമത് നോബൽ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ അഭിജിത്ത് ബാനർജി. അവസാനം ലഭിച്ച ഇന്ത്യക്കാരനും അഭിജിത്ത് ബാനർജിയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? അമർത്യ സെന്നിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യം ലഭിച്ചത് അമർത്യ സെൻ. ഇത് രണ്ടും ആയിലാണ് തുടങ്ങുന്നത്. നിങ്ങളത് ഒന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക കേട്ടോ. താഴെ പറയുന്നവരിൽ ആരാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായി നേടിയത്? ഹെൻറിക് ആന്റോൺ ലോറൻസ് പീറ്റർ സിമാനും, വിൽഹെം കോൺറാഡ് റോൺജൻ, ആന്റോയിൻ ഹെൻറി ബെക്കുറൽ, പിയറി ക്യൂറിയും മേരി ക്യൂറിയും. ഇതിൽ ഓപ്ഷൻ 2 ആണ് കേട്ടോ. വിൽഹെം കോൺറാഡ് റോൺജൻ ആണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായി നേടിയത്. വിൽഹെം കോൺറാഡ് റോൺജൻ. 1901 എക്സ്റേ കണ്ടുപിടിച്ചതിനാണ് വിൽഹെം കോൺറാഡ് റോൺജന് ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചത്. അതുമാത്രമല്ല, 1895 കോൺറാഡ് റോൺജൻ എക്സ്റേ കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥം നവംബർ 8 ലോക റേഡിയോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. എങ്ങനെയാണ്? 1895 റോൺജൻ എക്സ്റേ കണ്ടെത്തിയതിൻ്റെ സ്മരണാർത്ഥം നവംബർ 8 ലോക റേഡിയോഗ്രാഫി ദിനമായി ആചരിക്കുന്നു. ഇനി പറയുന്നവയിൽ ഏത് സംഘടനയാണ് 2020 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്?
ലോകാരോഗ്യ സംഘടന WHO, വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP, ഒന്നും രണ്ടും ഇതൊന്നുമല്ല. ഏതാണ്? വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ് കേട്ടോ. വേൾഡ് ഫുഡ് പ്രോഗ്രാം WFP. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ സ്റ്റോക്ക്ഹോം. അല്ലേ? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത് സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് കേട്ടോ. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിനുള്ള ആദ്യത്തെ നോബൽ പ്രൈസ് വാങ്ങിയത് ആരാണെന്നറിയാമോ? 1901 സുള്ളി പ്രുദോമ ആണ് കേട്ടോ. സുള്ളി പ്രുദോമ ഫ്രാൻസിലാണ്. അദ്ദേഹം ഒരു കവിയാണ്. അതുപോലെ തന്നെ 2021, 22, 23 2021 ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അബ്ദുൾ റസാഖ് ഗുർണയാണ് കേട്ടോ. അബ്ദുൾ റസാഖ് ഗുർണ ടാൻസിലാണ്. അദ്ദേഹം ടാൻസിലാണ്. അബ്ദുൾ റസാഖ് ഗുർണ. 2022 ആനി എർനാക്സ് ആണ് കേട്ടോ. ആനി എർനാക്സ്. 2023 ജോൺ ഫോസ് ആണ്. അത് വിശദമായിട്ട് ഇനി വരുന്നുണ്ട്, നമുക്കത് നോക്കാം. നോർവേയിലുള്ളതാണ് ജോൺ ഫോസ്. ഓക്കെ നെക്സ്റ്റ്. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത മേരി ക്യൂറിയാണ് കേട്ടോ. മേരി ക്യൂറി. മേരി ക്യൂറിക്ക് ഫിസിക്സിനാണ് മേരി ക്യൂറിക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. പിന്നീട് കെമിസ്ട്രിക്കും നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 2 തവണ നോബൽ സമ്മാനം ലഭിച്ച ബഹുമതികൾ നേടിയ ആദ്യ വ്യക്തിയും കൂടിയാണ് മേരി ക്യൂറി. 2 തവണ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വ്യക്തി കൂടിയാണ് മേരി ക്യൂറി. ഇത് ഓർത്തു വെച്ചോണം കേട്ടോ. അടുത്തത്, ഏത് രാജ്യത്താണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത്? ഏത് രാജ്യത്താണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത്? നോർവേ അല്ലേ? നോർവേയിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വർഷം തോറും നൽകുന്നത്. നേരായ വഴിയിലുള്ളവർക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ ലഭിക്കുള്ളൂ അല്ലേ? അപ്പം നേരായ നോർവേ അങ്ങനെയൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നോർവേ. നെക്സ്റ്റ്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യം. ആദ്യത്തെ നോബൽ സമ്മാനം ലഭിച്ചത് 1901 നെക്സ്റ്റ്, ആൽഫ്രഡ് നൊബേലിൻ്റെ വിൽപത്രം വഴി സ്ഥാപിതമായ യഥാർത്ഥ നോബൽ സമ്മാനങ്ങളിൽ ഒന്നല്ലാത്ത നോബൽ സമ്മാന വിഭാഗം ഏതാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം എ, ബി ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം, സി സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം, ഡി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം. ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. അതെന്നാണ് സ്ഥാപിതമായത്? 1968 സ്ഥാപിതമായത്. ഇത് ഓർത്തു വയ്ക്കുക കേട്ടോ. അടുത്തത്, സെറിഞ്ചസ് റിക്സ് ബാങ്കിൻ്റെ സ്വീഡിഷ് നാഷണൽ ബാങ്ക് ശുപാർശ ചെയ്യുന്ന നോബൽ സമ്മാനം ഏതാണ്? സെറിഞ്ചസ് റിക്സ് ബാങ്കിൻ്റെ സ്വീഡിഷ് നാഷണൽ ബാങ്ക് ശുപാർശ ചെയ്യുന്ന നോബൽ സമ്മാനം എ സാഹിത്യത്തിനുള്ള സമ്മാനം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം, സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം, ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. നമ്മൾ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ്റെ വേറൊരു രീതിയിലാണ് ഇത് ചോദിച്ചേക്കുന്നത്. സെറിഞ്ചസ് റിക്സ് ബാങ്കിൻ്റെ സ്വീഡിഷ് നാഷണൽ ബാങ്ക് ശുപാർശ ചെയ്യുന്ന നോബൽ സമ്മാനം ഏതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനമാണ് കേട്ടോ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം. എന്നാണ് സ്ഥാപിച്ചത്? 1968. 1968 തന്നെ നോബൽ സമ്മാനത്തിൻ്റെ സ്ഥാപകനായ ആൽഫ്രഡ് നോബലിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് സെറിഞ്ചസ് റിക്സ് ബാങ്ക് അല്ലെങ്കിൽ സ്വീഡിഷ് നാഷണൽ ബാങ്ക് സാമ്പത്തിക ശാസ്ത്രത്തിന് സമ്മാനം സ്ഥാപിച്ചത്. ഓക്കെ. അടുത്തത്, 2 വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിൽ നോബൽ സമ്മാനം ലഭിച്ച ഏക വ്യക്തി അതാരാണ്? 2 വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിൽ നോബൽ സമ്മാനം ലഭിച്ച ഏക വ്യക്തിയാണ് മേരി ക്യൂറി. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിതയും 2 വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിൽ നോബൽ സമ്മാനം ലഭിച്ച ഏക വ്യക്തിയും മേരി ക്യൂറിയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നോബൽ സമ്മാനത്തോടൊപ്പം നൽകുന്ന മെഡലിൻ്റെ പേരെന്താണ്? അതെല്ലാവർക്കും ഗസ് ചെയ്യാവുന്ന സംഭവമേ ഉള്ളൂ അല്ലേ? നോബൽ മെഡൽ. നോബൽ സമ്മാനത്തോടൊപ്പം നൽകുന്ന മെഡലിൻ്റെ പേരാണ് നോബൽ മെഡൽ. അടുത്തത്, നോബൽ സമ്മാനങ്ങളുടെ ആകെ എത്ര വിഭാഗങ്ങളുണ്ട്? നോബൽ സമ്മാനങ്ങൾ ആകെ എത്ര വിഭാഗങ്ങളുണ്ട്? 6 വിഭാഗങ്ങളല്ലേ? 1968 മുതൽ അത് 6 വിഭാഗങ്ങളായി. ആദ്യം എത്രയായിരുന്നു? 1901 മുതൽ 5 വിഭാഗമേ ഉള്ളായിരുന്നു. ഭൗതികശാസ്ത്രം, രസതന്ത്രം, സാഹിത്യം, സമാധാനം, വൈദ്യശാസ്ത്രം. ഈ 5 വിഭാഗങ്ങളുടെ കൂടെ 1968 സാമ്പത്തിക ശാസ്ത്രവും കൂടെ ചേർന്നു. അങ്ങനെ 6 വിഭാഗം ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2023
സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഇപ്പോൾ കറണ്ട് അഫയേഴ്സായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആരെയാണ്? ഓപ്ഷൻ എ വൊളോഡിയർ സെലൻസ്കി, ഓപ്ഷൻ ബി നർഗസ് മുഹമ്മദി, ഓപ്ഷൻ സി ഇൽഹാം തോത്തി, ഓപ്ഷൻ ഡി ക്യാമോ തുൻ. ആരായിരുന്നു? നർഗസ് മുഹമ്മദി അല്ലേ? നർഗസ് മുഹമ്മദിയാണ് 2023 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. ഓക്കെ, നമുക്കിനി 2023 നോബൽ സമ്മാനം ലഭിച്ചവരുടെ ഒരു പട്ടിക നമുക്ക് നോക്കാം. ഓക്കെ, 2023 നോബൽ സമ്മാന ജേതാക്കളാണ് ഒരു പട്ടികയായിട്ട് കൊടുത്തേക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. വൈദ്യശാസ്ത്രത്തിൽ കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. വൈദ്യശാസ്ത്രത്തിൽ കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. ഭൗതികശാസ്ത്രത്തിൽ പിയറി അഗോസ്റ്റിനിയും ഫെറൻ ക്രൗസും ആൻ ലുലിയുമാണ്. ഭൗതികശാസ്ത്രത്തിൽ പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, ആൻ ലുലിയെ. രസതന്ത്രത്തിൽ ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്മോവ്, മൗങ്കി ജി ബാവണ്ടി അല്ലേ? സാഹിത്യത്തിൽ യോൺ ഫൊസെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സമാധാനത്തിൽ നർഗസ് മുഹമ്മദി, ഇപ്പോൾ പറഞ്ഞു. സമാധാനത്തിൽ നർഗസ് മുഹമ്മദി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലോഡിയ ഗോൾഡിൻ. ഓക്കെ, നിങ്ങളിത് എഴുതിയെടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എങ്ങനെയായാലും ഇത് പഠിച്ചെടുക്കുക. കാരണം ഇതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉറപ്പാണ്. ഇപ്പം കറണ്ട് അഫയേഴ്സ് ആയാലും നോബൽ സമ്മാന ജേതാക്കളായാലും ഇപ്പം ചോദിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കിവരെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടൊന്ന് നോക്കാം. ഓക്കെ, വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനുമാണ്. 2023 വൈദ്യശാസ്ത്ര നോബലിന് കാറ്റലിൻ കാരിക്കോയും ഡ്രൂ വെയ്സ്മാനും, കാറ്റലിൻ കാരിക്കോ ഹംഗറിയും, ഡ്രൂ വെയ്സ്മാൻ US-ലുള്ളതാണ്, എന്നിവർ അർഹരായി. COVID-19 വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തലിനാണ് പുരസ്കാരം. ഇത് നോക്കി വെച്ചോ, COVID-19 വാക്സിൻ ഗവേഷണത്തിനുള്ള സുപ്രധാന കണ്ടെത്തലിനാണ് പുരസ്കാരം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാക്സിനുകളിൽ സഹായകരമായ mRNA-യുമായി മെസഞ്ചർ RNA ബന്ധപ്പെട്ട പഠനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. വാക്സിനുകളിൽ സഹായകരമായ mRNA-യുമായി മെസഞ്ചർ RNA ബന്ധപ്പെട്ട പഠനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. കോവിഡ് വാക്സിൻ ഗവേഷണത്തിൽ ഉൾപ്പെടെ ഏറെ ഗുണകരമായ കണ്ടെത്തലായിരുന്നു ഇത്. കോടിക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിക്കുന്നതിലേക്ക് ഇത് നയിച്ചു അല്ലേ? നമ്മൾ കോവിഡ് ആയതുകൊണ്ട് ഓർത്തു വയ്ക്കാൻ എളുപ്പമുണ്ട് അല്ലേ? mRNA എങ്ങനെ രോഗപ്രതിരോധ സംവിധാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇരുവരെയും നോബൽ സമ്മാനത്തിലേക്ക് നയിച്ചത്. ഓക്കെ, അടുത്തത് രസതന്ത്രത്തിന് മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്മോവ് ഇവർ 3 പേരുമാണ് രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയവർ. ഇക്കഴിഞ്ഞ PSC എക്സാമിന് ചോദിച്ചത് ഇതിൽ നിന്നാണ് അല്ലേ? ഇതിൻ്റെ കാരണം നോക്കാം. നാനോ കണങ്ങളിലെ തന്നെ ഇത്തിരി കുഞ്ഞന്മാരായ ക്വാണ്ടം ഡോട്ടുകൾ വികസിപ്പിച്ച ശാസ്ത്രജ്ഞരാണ് ഇത്തവണത്തെ രസതന്ത്ര നോബൽ പുരസ്കാരം പങ്കിട്ടത്. മൗങ്കി ജി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്മോവ് എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചു. പദാർത്ഥങ്ങളുടെ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവമായിരുന്നു നാനോ ടെക്നോളജി എന്ന പുതിയ മേഖലയുടെ വികാസം. ക്വാണ്ടം ഡോട്ടുകളുടെ ഖരത്തിലും ലായനിയിലും കണ്ടെത്തിയ 2 ശാസ്ത്രജ്ഞർക്കും, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്മോവ്, അവയെ നിർമ്മിക്കാൻ എളുപ്പവും കൃത്യതയുമുള്ള സങ്കേതം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനുമാണ് മൗങ്കി ജി ബാവണ്ടി. അടുത്തത് ഭൗതികശാസ്ത്രം. പിയറി അഗോസ്റ്റിനി, ഫെറർ ക്രൗസ്, ആൻ ലുലിയെ ഇവർക്ക് 3 പേർക്കുമാണ് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇലക്ട്രോണുകളെക്കുറിച്ച് സൂക്ഷ്മ പഠനം നടത്തിയ 3 ശാസ്ത്രജ്ഞർക്കാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നൊബേൽ. പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് പുരസ്കാരം. US ഗവേഷകനായ പിയറി അഗോസ്റ്റിനി, ജർമ്മൻ ഗവേഷകനായ ഫെറൻ ക്രൗസ്, സ്വീഡിഷ് ഗവേഷക ആൻ ലൂലിയെ എന്നിവരാണ് ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കാണ് പുരസ്കാരം പങ്കിട്ടത്. അടുത്തത് സമാധാനത്തിനുള്ളത് നർഗസ് മുഹമ്മദി. ഇറാനിലെ സ്ത്രീകൾക്കെതിരായ അടിച്ചമർത്തലിനും പോരാട്ടത്തിനും എല്ലാവരുടെയും മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള പോരാട്ടത്തിനുമാണ് ഈ വർഷത്തെ സമാധാന നോബൽ സമ്മാനം ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗസ് മുഹമ്മദിയെ തേടിയെത്തിയത്. ഇറാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനാണ് പുരസ്കാരം. ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗസ് മുഹമ്മദി ഇപ്പോഴും ജയിലിലാണ്. അടുത്തത് സാഹിത്യം.
സാഹിത്യത്തിന് യോൺ ഫോസെയാണ്. ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നോർവീജിയൻ എഴുത്തുകാരനും നാടകകൃത്തുമായ യോൺ ഫോസെയ്ക്ക്. നാടകം, നോവൽ, കവിത, ലേഖനം, ബാലസാഹിത്യം, വിവർത്തനം തുടങ്ങിയ ശാഖകളിലായി 70-ലേറെ രചനകൾ നടത്തിയിട്ടുള്ള ഫോസെ യൂറോപ്പിലെ ഏറ്റവും പ്രശസ്തരായ സമകാല നാടകകൃത്തുക്കളിൽ ഒരാളാണ്. തൻ്റെ എഴുത്തിലൂടെ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമാകുകയായിരുന്നു ഫോസെ എന്ന് നോബൽ പുരസ്കാര സമിതി വിലയിരുത്തി. അടുത്തത് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് ക്ലോഡിയ ഗോൾഡിനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2023 നോബൽ പുരസ്കാരം US സാമ്പത്തിക ശാസ്ത്രജ്ഞ ക്ലോഡിയ ഗോൾഡിൻ കരസ്ഥമാക്കി. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഈ 2023 നോബൽ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. PSC തീർച്ചയായിട്ടും ചോദിക്കുന്നത് വരുന്ന LDCക്കാർക്കും PSC എക്സാം എഴുതുന്ന എല്ലാ പേർക്കും ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കാണാതിരിക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.